ഇപ്പം എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ് എന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. അതില്ലാതെ നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവരായ ആൾക്കാരുടെ കയ്യിൽ പോലും ഫോണുണ്ട്. അത് അത്രയും മാത്രം ആൾക്കാരിലേക്ക് എത്തിയിട്ടുമുണ്ട്. അതൊരു ന്യൂ ടെക്നോളജിയാണ്, നമ്മൾ അത്രയും മാത്രം ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ നമുക്കൊരു പോസിറ്റീവായിട്ട് പറയാം. എങ്കിൽ കൂടിയും കുട്ടികളിൽ പോലും ഇതുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കതൊരു നെഗറ്റീവ് സൈഡിലേക്ക് കാണാൻ പറ്റുന്നത്. അത് മൂലമുണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റ് എത്രത്തോളമായിരിക്കും? തീർച്ചയായിട്ടും ഫോൺ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലൊരു ഫോൺ കിട്ടുമ്പോൾ അവർക്ക് കൗതുകമായിരിക്കും ആദ്യം തോന്നുന്നത്. അതിൻ്റെ ഓരോ സെറ്റപ്പുകൾ, ലൈറ്റും അതിൻ്റെ സൗണ്ട്സും അതിൻ്റെ ആപ്ലിക്കേഷൻസും ഓരോന്നൊക്കെ കാണുമ്പോൾ ഗെയിംസിൽ അഡിക്ഷൻ ആവുന്നതുണ്ട്. ആ ഗെയിംസിൻ്റെ അഡിക്ഷൻ്റെ ഭാഗമായിട്ട് മരിക്കുന്നവരും പിള്ളേരുണ്ട്. കാര്യം അവർക്ക് അതിന് മാത്രം ചിന്തിക്കാനുള്ളൊരു സ്വന്തമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ നടത്താനുള്ള ഒരു അത്രത്തോളം ബുദ്ധി ആ സമയത്തില്ല. അപ്പോൾ ഒരു കുഞ്ഞുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഫോൺ കിട്ടാൻ നേരത്ത് അവരത് ഓരോ ആപ്ലിക്കേഷൻസും എന്താണെന്ന് അറിഞ്ഞിട്ടല്ല, വെറുതെ ഇങ്ങനെ തൊട്ട് അവർക്കൊരു കൗതുകം തോന്നും, അവരത് ചെയ്യും, പഠിക്കും പെട്ടെന്ന്. അത് മാത്രമല്ല, മുതിർന്നവരേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കൂടുതലും ഓരോന്നും ഫോൺ കൈകാര്യം ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പം ഇത് എല്ലാ ദിവസവും നിരന്തരം ഇത് ചെയ്ത് നമ്മൾ ഏത് പ്രവൃത്തിയാണെങ്കിലും നിരന്തരം ചെയ്ത് നമ്മൾ അത് വഴങ്ങുന്നത്, അതിലോട്ടൊരു തറവാവുന്നത്. അപ്പം അത് തന്നെയാണ്, ഫോൺ നിരന്തരം യൂസ് ചെയ്ത് ഒരു ദിവസം ഈ കുട്ടിയുടെ കയ്യിൽ ഫോൺ കിട്ടാതെ വരുമ്പോൾ ആ കുട്ടിക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ ഫീൽ ചെയ്യും. ഇപ്പം നമ്മൾ മെസ്സേജ് അയക്കുന്നതാണെങ്കിൽ തന്നെ നമുക്ക് വാട്സപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിൽ മെസ്സേജസ് വരുന്നു. ആ മെസ്സേജസിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻസും വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്നവരുടെയും ഇത് നോർമൽ മോഡിലായിരിക്കും ഫോൺ കിടക്കുന്നത്. പക്ഷെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ അത് തന്നെയാണ്, നമുക്ക് പെട്ടെന്ന് ഫോൺ നോക്കാനുള്ളൊരു ത്വര വരും. അപ്പോൾ നമ്മൾ അത് പോയി നോക്കുന്നത് വെച്ചാൽ നമ്മൾ അത്രത്തോളം ഫോണിനോട് അഡിക്ഷൻ ഉണ്ടായെന്നാ. ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ആളുടെ റിപ്ലൈ വരുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ വേറൊരു വർക്കിലേക്ക് പോകുന്നത്. അപ്പം ഒരു നോട്ടിഫിക്കേഷൻ അടുത്ത ആളുടെ ഫോണിലായിരിക്കും വരുന്നത്. പക്ഷെ നമ്മുടെ പ്രതീക്ഷ എന്താ, നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു ആയിരിക്കും നിർത്തി നോക്കുമ്പോൾ അല്ല, നിരാശ വരും. ഇതെല്ലാം നമ്മുടെ മാനസികമായിട്ടാണ്. ഞാൻ പക്ഷെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അഡിക്ഷനിലോട്ട് പോകും. നമ്മൾ ഫോൺ അധികമായി യൂസ് ചെയ്ത് ഒരു ദിവസം അത് കൈ കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച്. ഇപ്പം നമ്മളിപ്പം ഈ ഫോണൊന്ന് 2 ദിവസം കേടായി കഴിഞ്ഞാൽ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷൻ മീൻസ് കയ്യിലൊന്നും ഇല്ലല്ലോ, നമുക്കിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക, ഒന്നും ഇല്ലാത്തതിൻ്റെ ആ ഒരു ടെൻഷനായാലും ആ ഒരു എന്താ പറയുക, മാനസികമായിട്ട് നമ്മളിങ്ങനെ ഡൗൺ ആവുന്ന ഒരു സമയമാണ്. നമുക്ക് ചുറ്റും ആരും ഇല്ലാത്ത ഒരു ഫീല് വരും. പക്ഷെ നമ്മൾ ചുറ്റുപാടുമായിട്ട് ആൾക്കാരുമായിട്ട് ഇടപഴകുന്നത് കുറയ്ക്കുകയാണ് ഈ ഫോൺ ചെയ്യുന്നത്. ഫോൺ മാറിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ ലോകം ഈ ഫോണായിരുന്നു, ഫോണില്ലാതെ നമ്മളെ കൊണ്ട് പറ്റില്ല, അങ്ങനത്തെ ഒരു മൂഡാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും അത്രയും മാത്രം നമ്മൾ ആ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ എല്ലാ കാര്യത്തിലും? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു കുട്ടികളെ മാത്രമല്ല, മുതിർന്നവരെ ആണെങ്കിൽ കൂടി അങ്ങനെ തന്നെയാണ്. കോൾ ചെയ്യുന്നതിനാണെങ്കിൽ കൂടി ഈ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ നമുക്കൊരാളെ ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഒരു ദിവസം നമ്മൾ എല്ലാ ദിവസവും വിളിക്കുന്ന ഒരാളെ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും തിരക്കുകൾ കാരണം അവർ മാറുന്നതായിരിക്കും. പക്ഷേ നമുക്കത് വിളിക്കാതെ വരാൻ നേരത്ത് നമ്മൾ അതിൻ്റെതായ മാനസിക പിരിമുറുക്കങ്ങൾ വരും, നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മുടെ ഉറക്കത്തെ ബാധിക്കും, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂവിനെ അത് ബാധിക്കുന്നു. അപ്പോൾ ഉറക്കത്തെ ബാധിക്കാൻ നേരത്ത് അതിന് നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഹെൽത്തിൻ്റെ പല ഭാഗത്താൽ തലയ്ക്കും ശരീരഭാഗങ്ങൾക്ക് മൊത്തത്തിൽ ക്ഷീണവും മൊത്തത്തിൽ പ്രശ്നങ്ങളും ഉണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പം അതിലെല്ലാം കണക്റ്റഡ് ചെയ്ത് എവിടുന്നാണ് തുടങ്ങുന്നത്, മൊബൈൽ ഫോണിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഇപ്പോൾ 2 വ്യക്തികൾ തമ്മിൽ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഫോൺ നമ്പർ കൈമാറും, എന്നിട്ട് വാട്സപ്പിൽ ചാറ്റ്, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കിട്ടിയില്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനിൽ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഫേസ്ബുക്കിനേക്കാൾ കൂടുതൽ യുവാക്കൾ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റഗ്രാമാണ്. എവിടെ ചെന്നാലും ഇൻസ്റ്റ ഉണ്ടോ, ജസ്റ്റ് നമ്മൾ 1-2 പേര് തമ്മിൽ കണ്ടു കഴിയുമ്പോൾ തന്നെ ചോദിക്കുന്നത് ഇൻസ്റ്റ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അത് അല്ലെങ്കിൽ നമ്മൾ പോയി അന്വേഷിക്കും. നമുക്ക് ഒരാളോട് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ 2 പേര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായപ്പോൾ ഒരാളോട് നമുക്കൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഇൻസ്റ്റ എടുത്ത് നോക്കി ആളെ കണ്ടുപിടിക്കാൻ നോക്കും. ആളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫ്രണ്ട്സായി ചാറ്റ് തുടങ്ങി ആ ഒരു രീതിക്ക് പോകും. പിന്നെ ആ 2 ദിവസം ഒരാളെ കണ്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതെ. അപ്പോൾ ഈ ഫോണിൻ്റെ നമ്മളല്ലാതെ ഒരു വ്യക്തികൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനെ ഉപരി സോഷ്യൽ മീഡിയ വളർന്നിരിക്കുക. ആ സോഷ്യൽ മീഡിയ വളർന്നത് കൊണ്ട് തെറ്റാണെന്നല്ല, പക്ഷെ അത് യൂസ് ചെയ്യുന്നൊരു രീതി, അത് നമ്മൾ കുറച്ച് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത്
സോഷ്യൽ മീഡിയയ്ക്കും സമയം കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ആയിരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതെ, ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം തന്നെ പറയുമ്പോൾ നമുക്കതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമല്ലല്ലോ, നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആരാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. നമ്മൾ അങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത്. എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ആണെന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുമെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതൊരു സ്കാം ആയിരിക്കാം, വേറെ രീതി എന്തെങ്കിലും ഫ്രോഡ് പരിപാടി ആയിരിക്കാം. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഇതിൻ്റെ അകത്തുണ്ട്. ഒരു നെഗറ്റീവിൻ്റെ കുറേ പോസിബിലിറ്റീസ് അതിൻ്റെ അകത്തുണ്ട്. ഇപ്പം വേറൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ കുട്ടികൾക്ക് ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്ന കാര്യം പറഞ്ഞു. കുട്ടികൾ കൂടുതലായിട്ട് ഇപ്പോൾ വീട്ടുകാരൊക്കെ പറയും, നീ അത് ചെയ്ത് കഴിഞ്ഞാൽ, നീ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഫോൺ തരാം, അല്ലെങ്കിൽ നീ നിൻ്റെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഫോൺ തരാം. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് അവരുടെ ജോബ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് മാത്രം. കാരണം അവർ കൂടുതലായിട്ട് ഫോണിനെയാണ് കൂടുതൽ അവർക്ക് പ്രയോറിറ്റി കൊടുത്തേക്കുന്നത്. അപ്പോൾ അവരുടെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഫോക്കസ്ഫുള്ളി ചെയ്യാതെ മറ്റൊരു കാര്യത്തിനായിട്ട് അവർ വർക്ക് ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ട് അല്ലേ? അതെ. അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ കുട്ടികളെ TV കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും വീഡിയോസോ ഒക്കെ വെച്ചുകൊണ്ട് യൂട്യൂബിലൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് പ്ലേ ചെയ്ത് വെച്ചിട്ട് അത് കണ്ടുകൊണ്ട് പിള്ളേരെ ഫുഡ് കഴിപ്പിക്കാറുണ്ട്. പക്ഷെ അതും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം അങ്ങനെ കഴിക്കുന്ന ആഹാരം ശരിക്കും നമുക്ക് ശരീരത്തിന് ഒരു ഇത് വരുന്നുണ്ടോ? പിള്ളേരെങ്ങനെയെങ്കിലും ഒന്ന് കഴിപ്പിക്കുന്നു. ഇപ്പോൾ ആഹാരമാണെങ്കിൽ കൂടി നമ്മൾ അത് ഇഷ്ടപ്പെട്ട് അതിൻ്റെ രുചിയും മണവും ഒക്കെ അറിഞ്ഞു കഴിക്കുന്നതിൻ്റെ ഒരു ഫീല് അല്ലല്ലോ. പിള്ളേരെ സംബന്ധിച്ച് അവരുടെ മൈൻഡിൽ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, ഫോൺ. ആ ഫോണിലത്തെ വീഡിയോ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗെയിം ആണെങ്കിൽ ആ ഗെയിം, എന്തൊക്കെ ക്രൈമുകൾ നടക്കുന്നു. ഈ കുട്ടികളിപ്പം ഫോണ് അച്ഛനും അമ്മയും തരാതിരിക്കുമ്പോൾ അവിടെ ഒരു മോഷണം തന്നെ വരുന്നുണ്ട്. അതെ, അതുപോലെ തന്നെ ഈ ഇടയ്ക്കൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ സഹോദരൻ ഫോൺ ഇങ്ങനെ പെൺകുട്ടിയുടെ നിന്ന് മേടിച്ചപ്പോഴത്തേക്കും പെൺകുട്ടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഫോൺ തരാൻ പറ്റില്ല എന്ന്. ഈ സഹോദരൻ ഫോൺ മേടിച്ചതിൻ്റെ പേരിൽ ആള് സൂയിസൈഡ് ചെയ്തു, ആ പെൺകുട്ടി. അപ്പൊ അത്രയും മാത്രം ആ ഒരു അഡിക്ഷനാണ് അവിടെ കാണിക്കുന്നത് അല്ലേ? അതെ. നമ്മുടെ പേഴ്സണൽ എല്ലാം നമ്മുടെ ഫോണിൽ ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ അത്രയ്ക്കും ആത്മഹത്യ ചെയ്യണമെങ്കിൽ തന്നെ അവിടെയും ആ പെൺകുട്ടിയുടെ എന്തെങ്കിലും അത്രയ്ക്കും പേഴ്സണൽ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ആ ഫോണിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. എനിക്കിപ്പോൾ അതാ ഡൗട്ട്. ഒരു വീട്ടിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ ഫോണിലുണ്ട്, അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നു എന്നുണ്ടെങ്കിൽ എത്രമാത്രം ആ ഫോൺ എന്ന് പറയുന്ന സാധനം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും. ഒരു കുടുംബത്തിനേക്കാൾ കൂടുതൽ ഫോണിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെ ഒരു മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ അതൊരു ലഹരിയാണ് അല്ലേ? നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിനെ പറ്റി മറ്റൊരാളോട് ഫോൺ ചെയ്ത് വെച്ചോളൂ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെ പറ്റിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. കാര്യം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഇവർ ഒപ്പിയെടുക്കുകയാണ്. അപ്പോൾ അത്രയും ഒരിക്കലും അതൊരു അത്രത്തോളം സുരക്ഷിതമായ ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. സുരക്ഷിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ എപ്പോഴും നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയും കൂടെ ഉണ്ടാവണം. കാര്യം നാളെ ഈ ഫോൺ ഇല്ലാതെ വന്നു കഴിഞ്ഞാലും എനിക്ക് എന്നെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം എല്ലാവർക്കും വേണ്ടതാണ്. അല്ലെങ്കിൽ അത് നമ്മളെ തന്നെ മുഴുവനായി ബാധിക്കും. മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരു പ്രധാന വാർത്തകൾ അല്ലെങ്കിൽ ഒരു വെറൈറ്റി പോലെ വരുന്നത്, ഫോൺ ഉപയോഗിക്കാത്ത കുട്ടികളാണ് ഇവർക്ക് ഇൻസ്റ്റ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല എന്നൊക്കെ പറയുമ്പോഴാണ് എല്ലാവരും വേറിട്ട് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ എല്ലാവരുടെയും ഇതുണ്ട്. പക്ഷെ പണ്ടത്തെ കാലം നോക്കുകയാണെങ്കിൽ ആർക്കും ഫോണില്ല, ഇൻസ്റ്റ ID ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീണ്ടും ഒരു സമയമായപ്പോൾ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ വീണ്ടും അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് അത് യൂസ് ചെയ്യാതെ മിനിമലായിട്ട് യൂസ് ചെയ്യുക. ഇതൊരു ടെക്നോളജിയാണ്, അത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. അതിനെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, അതിനുശേഷം ഉപയോഗിക്കാതിരിക്കുക എന്ന രീതി ചെയ്താൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനായാലും ഫിസിക്കൽ ഹെൽത്തിനായാലും നല്ല രീതിയിലായിരിക്കും. അതെ. അല്ലെങ്കിൽ നമ്മുടെ കണ്ണും ചെവിയും എല്ലാം ചെറുപ്പത്തിൽ തന്നെ നമുക്ക് പണി തരും. കാര്യം നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെ എല്ലാത്തിനും പറയാനുള്ളൂ. കുട്ടികളിലെ നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് അവർക്ക് കിട്ടുന്ന അറിവ്. അല്ലാതെ അവർക്ക് പുതിയതായിട്ടൊന്നുമില്ല. അവർക്ക് അവരുടെ മുമ്പിൽ കാണുന്നതും അവർ കേൾക്കുന്ന ഓരോ വാക്കുകളാണ് അവർ പഠിച്ചു വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു കുറച്ചുകൂടെ പക്വതയുള്ള ഒരാളെ സംബന്ധിച്ച് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. ഈ ഫോൺ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ ഫോൺ ഒരിക്കലും ഇനിയുള്ള ജനറേഷനിൽ ഫോൺ ഒരിക്കലും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. എനിക്കാണേലും മറ്റുള്ളവർക്കാണേലും ആർക്കാണേലും. അതിപ്പോൾ നമ്മളൊരു വർക്ക് സ്പേസിൽ വരെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമായി മാറി. ഫോണാ ക്ലാസ് റൂമിൽ വരെ ഫോൺ ഇപ്പം അത്യാവശ്യം മാറിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും പഠിക്കണമെങ്കിൽ തന്നെ ഡിജിറ്റൽ സംവിധാനങ്ങളാണ് ഇപ്പോൾ മൊത്തം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുഴുവനായിട്ടൊന്നും ഫോൺ ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ അതിനൊരു ലിമിറ്റേഷൻസ് വെക്കുക. കുട്ടികളെ നമ്മൾ തുടക്കത്തിൽ പഴയ ഒരു ഇതിലോട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഫോണിൽ നിന്ന് മാറി ലോകത്ത് എന്താണോ നടക്കുന്നത്, സൗഹൃദങ്ങൾ അങ്ങനത്തെ രീതിയിൽ കൊണ്ടുവരിക. കുറച്ചും കൂടെ അറിഞ്ഞും കേട്ടും
ഫീൽ ചെയ്തുള്ള ആ ഒരു സൗഹൃദങ്ങൾ. അതെ നേരെ മറിച്ചൊരു ഫോൺ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിന് അപ്പുറത്തും ഇപ്പുറത്തും വരുന്നുള്ള സൗഹൃദങ്ങൾ അതിനേക്കാൾ നല്ലതായിരിക്കും. അപ്പോൾ അത് നമ്മുടെ പഴയ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയി കുട്ടികൾ അങ്ങനെ വളർന്നു വരട്ടെ, അവിടെ നിന്നൊരു പുതിയൊരു ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നാണ് എനിക്കിതിനകത്ത് തോന്നുന്ന ഒരു കാര്യം.